സർ, അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ സർക്കാർ ശ്രദ്ധിക്കാതെ വല്ലാതെ അവതാളത്തിലാക്കി കഴിഞ്ഞു എന്നാണ്. ഇവിടെ ഒരു മുന്നൊരുക്കവുമില്ലാതെയാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. ഇവിടെ കോഴ്സുകളിൽ മാറ്റമില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ സംസ്ഥാനമാകെ തകർന്നു പോകുന്ന അവസ്ഥയാകും. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ നമ്മുടെ കേരളത്തിന് വലിയ തകർച്ചയുണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. അതിപ്പോഴല്ല. 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുണ്ടായിരുന്ന അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. നമ്മുടെ നാട് വിദ്യാഭ്യാസ രംഗത്ത് മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോഴും ആ കാലത്ത് നമ്മൾ വല്ലാതെ പിറകിൽ പോയിരുന്നല്ലോ. 2016 നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയാണ് ഏറ്റവും അധികം കേരളത്തെ വേദനിപ്പിച്ചിരുന്നൊരു കാര്യം. സ്വാഭാവികമായും അതിലാണ് കൂടുതൽ ശ്രദ്ധ അന്നുണ്ടായത് എന്നത് ശരിയാണ്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുമായി നടത്തിയ ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. ആ ചർച്ചയിൽ നമ്മുടെ രാജ്യത്ത് യൂണിവേഴ്സിറ്റികൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നേടാൻ കഴിഞ്ഞ നേട്ടം, നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥാപനങ്ങളെ പട്ടികപ്പെടുത്തിയാൽ അതിൽ എവിടെയാണ് നമ്മളുള്ളത് എന്ന നില പരിശോധിക്കുമ്പോൾ നമ്മൾ വളരെ പിറകിലായിരുന്നു, വല്ലാത്ത പിറകിലായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് ഈ ദുരവസ്ഥ പരിഹരിക്കാനാവണ്ടേ, ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണ്ടേ എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആത്മാർത്ഥമായ ഇടപെടൽ അന്നത്തെ വൈസ് ചാൻസലർമാരുടെ ഭാഗത്തുനിന്നുണ്ടായി, യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്തുനിന്നുണ്ടായി. സർ, അതിൻ്റെ ഫലമായി എത്രമാത്രം പുരോഗതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികളുണ്ടായത്. 2021 ആയപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിന് തുടക്കം കുറിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുന്ന ഒരു രംഗമാക്കി മാറ്റിയത്. അന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി, ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ ശാക്തീകരിക്കും, കേരളം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. സർ, അതിനൊതുങ്ങുന്ന നടപടികളെടുത്തു. ആ നടപടികൾ വെറുതെ പറഞ്ഞു നിർത്തുകയല്ല ചെയ്ത്, ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി, യൂണിവേഴ്സിറ്റികൾക്ക് നൽകി. അതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകി. വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതെന്താണ്? ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റാങ്കിങ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിയും ഗാന്ധിജി യൂണിവേഴ്സിറ്റിയും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയും ആദ്യത്തെ 12 സ്ഥാനം പിടിച്ചു. 9ാം സ്ഥാനം കേരളക്ക്, 10ാം സ്ഥാനം കൊച്ചിക്ക്, 11ാം സ്ഥാനം ഗാന്ധിക്ക്, 43ാം സ്ഥാനം കാലിക്കറ്റിന്. സർ, ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ അത്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 16 കോളേജുകൾ വലിയ തോതിൽ ഉയർന്നു വന്നു, വലിയ നിലയിൽ സ്ഥാനം നേടുന്ന നിലയുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം വെറുതെ ഉണ്ടായതല്ലല്ലോ. ആ മാറ്റം എന്തിനാണ് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ തയ്യാറായതെന്ന് എനിക്കത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇനിയും നമുക്ക് മുന്നേറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ആവശ്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ വലിയ തോതിലല്ലേ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നത്. ഈ കഴിഞ്ഞ കോളേജ് അഡ്മിഷൻ്റെ ടൈമിൽ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ, വൻതോതിൽ കുട്ടികൾ ഇവിടെ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു വരുന്നുവെന്ന്. നമ്മുടെ കലാലയങ്ങളുടെ സ്ഥിതി മാറിയല്ലോ, വലിയ തോതിൽ മെച്ചപ്പെട്ട അവസ്ഥയല്ലേ കാണാൻ നമുക്ക് കഴിയുക. കോഴ്സുകൾ ആവശ്യമായ മാറ്റങ്ങൾ വന്നല്ലോ. 4 വർഷ കോഴ്സ് എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നല്ല ഒരു
ഉന്നതമായൊരു കമ്മീഷൻ അവർ പഠനം നടത്തി അതിൻ്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യമാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയതിനു ശേഷമാണ് 4 വർഷ കോഴ്സ് ആരംഭിച്ചത്. പെട്ടെന്ന് ഒരു ദിവസം 4 വർഷ കോഴ്സ് ആരംഭിച്ചതല്ല. ശ്യാം മേനോനെ പോലുള്ള പ്രഗത്ഭമതികളായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയായിരുന്നു അത്. വളരെ ഫലപ്രദമായി ആ കോഴ്സുകൾ നടന്നു പോകുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വലിയ തരത്തിൽ തന്നെ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ഒരു തരത്തിലുള്ള പ്ലാൻ കട്ടിൻ്റെ പ്രശ്നവും വരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ തന്നെ ഈ പ്ലാൻ നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ വർഷം പ്ലാൻ കട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെയല്ല സ്ഥിതി. അദ്ദേഹം എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് മുഴുവൻ ഇപ്രാവശ്യത്തെ പ്ലാൻ മുഴുവൻ തന്നെ നടപ്പാക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും നമ്മൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുക.